നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരങ്ങൾക്കായുള്ള ആഴ്സണലിൻ്റെ ശ്രമം ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ രൂപത്തിൽ ചർച്ചയായ ഒന്നാണല്ലോ. വിനി ജൂനിയർക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തയുണ്ട്. എന്നാൽ അതിനു മുമ്പേ പുറത്തേക്ക് വന്ന കാര്യമാണ് ബ്രൂണോ ഗുയിമേറസിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത്. ഇപ്പോഴിതാ ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് ബ്രസീലിയൻ സൂപ്പർ താരം ബ്രൂണോ ഗുയിമേറസ് ആഴ്സണലിലേക്ക് എത്തിയിരിക്കുന്നു. ഡീൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ESPN ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ ഡീല് കംപ്ലീറ്റ് ആയി എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ESPN റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. ആഴ്സണൽ കംപ്ലീറ്റഡ് ദി സൈനിങ് ഓഫ് ബ്രൂണോ ഗുയിമേറസ് ഓൺ ഫ്രൈഡേ നൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു ഡീല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ടോട്ടൽ വാല്യൂ ദാറ്റ് കുഡ് റീച്ച് അപ് ടു 80 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് എന്ന് പറഞ്ഞാൽ 70 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് തുടക്കത്തിൽ കൊടുക്കും. പിന്നെ പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് ആയിട്ട് 10 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടും കൊടുക്കും. അങ്ങനെയാണ് ബ്രസീലിയൻ മധ്യനിര താരത്തെ ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ESPN റിപ്പോർട്ട്. ഏതായാലും താരത്തിൻ്റെ കോൺട്രാക്റ്റ് ലോങ് ടേം കോൺട്രാക്ട് സൈനിങ് ആണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഏതായാലും ബ്രസീലിയൻ സൂപ്പർ താരം ഓൾറെഡി ആഴ്സണലിലുള്ള തൻ്റെ ദേശീയ ടീമിലെ സഹതാരങ്ങളോടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഗബ്രിയൽ മെഗല്ലസ് അവിടെയുണ്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലി അവിടെയുണ്ട്. അപ്പം ഈ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉണ്ടായിരുന്നവരാണ്. അവരോടൊപ്പമാണ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ബ്രൂണോ ഗുയിമേറസ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. തൻ്റെ ടീമിൻ്റെ മധ്യനിരക്ക് ബ്രൂണോ ഗുയിമേറസ് വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മൈക്കൽ ആർട്ടിറ്റയും ഉള്ളത്. കാത്തിരിക്കാം ഈ ഡീലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.